അപ്പൊ നമുക്കിന്ന് നമ്മളെ ഓണത്തിന്റെ കണക്കെല്ലാം നോക്കാം. ഓണത്തിന്റെ പച്ചക്കറിക്ക് 1500 റുപ്യ. എനിക്ക് ഇന്നറിയണേ, നിങ്ങൾ ഈ വീട്ടിലെ ആൾക്കാർക്ക് മാത്രമാണോ സദ്യ വെച്ച് കൊടുത്തോ, നാട്ടിലെ സകല ആൾക്കും സദ്യ വെക്കാനാണോ പച്ചക്കറി മേടിച്ചിട്ട്? ഓണത്തിന്റെ പച്ചക്കറിക്ക് 1500 റുപ്യ. 1500 റുപ്യ ആയിട്ടു എന്ന് പറ. ഇത്രയും പച്ചക്കറി മേടിച്ചിട്ട് അവിന്റെ കഷ്ണങ്ങളൊന്നും ശരിയായിട്ട് ഇനിയും കുറെ ഇടാനുണ്ടെന്നല്ല പറഞ്ഞേ. 1500 റുപ്യ 100 തരം കറിയും മറ്റേ പപ്പടം പായസം കൊണ്ട് ഉരുട്ടി തിന്നുമ്പോ ആലോചിക്കണം ആ പൈസ എല്ലാം 1500 റുപ്യക്ക് കണക്ക് പറയുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു. ഓ അപ്പൊ 1500 റുപ്യ പച്ചക്കറിക്ക് വലിയ ചെലവൊന്നും വരുന്നില്ല അല്ലേ? ഇതാണ് എഴുതി വെച്ചിനി. പലവ്യഞ്ജനം വെളിച്ചെണ്ണ അടക്കം 4500 റുപ്യ. എന്റെ പൊന്നമ്മേ, ആഘോഷിക്കാൻ വേണ്ടി നിങ്ങൾ ഓണം നടത്തിയാ, എന്നെ നശിപ്പിക്കാൻ വേണ്ടി ഓണം നടത്തുന്ന മിണ്ടിപ്പോകത്ത് കൊന്നുകളി ഞാൻ. 4000 റുപ്യ കണക്ക് പറയുന്നത്. 4000 റുപ്യക്ക് ആ സാധനം മേടിച്ച് ഒതുക്കിയത് എന്റെ കാല് പിടിക്കുക അച്ഛനും മോനും. ആ മാവേലി സ്റ്റോറിൽ പെരുമഴയത്ത് നിന്നിട്ടാണ് ഞാൻ വെളിച്ചെണ്ണയിൽ മേടിച്ചിട്ട്. 4000 റുപ്യ. അങ്ങനെയാണെങ്കിൽ അതും വലിയ ചെലവല്ല പോരെ? ഇങ്ങനെയാണെങ്കിൽ എല്ലാം സമ്മതിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ. ഇനി ഒറ്റ വഴിയല്ലോ ഡ്രസ്സ് കയറി പിടിക്ക. നമ്മ ഡ്രസ്സെല്ലാം മേടിച്ചത് വളരെ ചെറിയ പൈസക്കാരല്ല. എന്ത് പറ്റി നിങ്ങക്ക്? ഈ ഒരു കാര്യത്തിലെങ്കിലും നീ എന്നെ സമ്മതിച്ചല്ല. ഞാൻ ലളിതമായിട്ട് ജീവിക്കുന്നില്ല, നിനക്കറിയില്ല. ഒരു സാധാരണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അതുകൊണ്ട് ലോക്കൽ ഡ്രസ്സേ ഞാൻ എപ്പോ എടുക്കില്ല. എനിക്ക് അങ്ങനെ ആരും ബുദ്ധിമുട്ടിക്കുന്നൊന്നും ഇഷ്ടമല്ല. നിങ്ങളാ പാവപ്പെട്ട കുടുംബത്തില് എന്റെ ബായിന്ന് പറയിപ്പിക്കണ്ട പേട്ട് തള്ളേ. നിങ്ങളെ സാരിക്കും ചുരിദാറിനും മാത്രം 8000 റുപ്യ. നിങ്ങൾ എന്നാ എടുത്തിട്ട്? നിങ്ങൾ തളിപ്പുറമ്പ് പോയിട്ട് തുണിയെടുത്തിട്ട് കാഞ്ചീപുരത്ത് പോയിട്ടാ. മുണ്ടിന് 2000 റുപ്യ. മുണ്ട ബെഡ്ഷീറ്റ് അച്ഛനെടുക്കുന്നു. ഇനി മിണ്ടിതിന് പല്ലിയനടിച്ച് കഴിക്കും ഏരപ്പേ. അവിടുന്ന് സ്വന്തം അച്ഛനൊരു മുണ്ട് മേടിച്ചു കൊടുത്തതിന് കണക്ക് പറയുന്നത്. ഇത്രയും നാൾ ആ മനുഷ്യൻ പിന്നെ ഓണത്തിനും വിഷുവിനും മാറി മാറി ഡ്രസ്സും ചെലവും തേച്ചും ചെയ്തിട്ട് അതിന് അയാളൊരു കണക്ക് പറഞ്ഞിട്ടേ ഇവൻ കണക്ക് പറയുന്നായിരുന്നു. ഇന്നലത്തെ രസത്തിന് കുരുമുളക് അധികം പറഞ്ഞിട്ട് ആരെ കൂട്ടിട്ട് ബാക്കി എണീറ്റ് കണ്ണിലെടുത്ത് വെച്ചോക്കെ ഞാൻ അടുത്ത എണീറ്റ് പോയിട്ടില്ലെങ്കിൽ ആ കസേര എടുത്ത് പുറഞ്ഞാൽ പൊളിക്കണ്ടാ.